നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒപ്റ്റിക്കൽ ഫൈബറിനെ പറ്റിയും അതിൻ്റെ സ്ട്രക്ചറിനെ പറ്റിയിട്ടും ക്ലാസിഫിക്കേഷനെ പറ്റിയിട്ടുമാണ് പറഞ്ഞത്. ഇനി 2 ടൈപ്പ് ഓഫ് പറഞ്ഞു. ഏതൊക്കെയാണ്? സ്റ്റെപ്പ് ഇൻഡെക്സ് സിംഗിൾ മോഡും സ്റ്റെപ്പ് ഇൻഡെക്സ് മൾട്ടി മോഡും പറഞ്ഞു. അടുത്തതാണ് ഗ്രേഡഡ് ഇൻഡെക്സ് മൾട്ടി മോഡ് ഫൈബർ. ഈ ഗ്രേഡഡ് ഇൻഡെക്സ് മൾട്ടി മോഡ് ഫൈബറിൻ്റെ ഒരു മെയിൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അതിന് നോൺ യൂണിഫോം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും. നമ്മൾ സ്റ്റെപ്പ് ഇൻഡെക്സിന് കണ്ടു, അതിൻ്റെ വേരിയേഷൻ ഇങ്ങനെയാണ്. ഇതിൻ്റെ കേസിൽ N2 എന്ന് പറയുന്നത് ഇങ്ങനെ ഈ സെൻറ്ററിൽ മാക്സിമം ആയിരിക്കും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ക്ലാഡിങ്ങിൻ്റെ അടുത്തേക്ക് പോകുന്നതിനനുസരിച്ച് എന്ത് കുറഞ്ഞു വരും? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞു വരും. അതായത് നോൺ യൂണിഫോം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് എന്തിനുള്ളത്? ഗ്രേഡഡ് ഇൻഡെക്സ് മൾട്ടിമോഡ് ഫൈബറിനുള്ളത്. അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് പാരാബോളിക്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എങ്ങനെയാണ്? പാരാബോളിക് ആണെന്ന് നമുക്ക് പറയാം. പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഈ പ്രൊപ്പഗേഷൻ ഓരോ മോഡ് എടുക്കുകയാണെങ്കിലും മീൻസ് ഇതിൽ കൂടി കുറേ മൾട്ടി മോഡാണ്, അപ്പോൾ കുറേ മോഡ് നടക്കും. അപ്പോൾ ഓരോ മോഡിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് ഒരുമിച്ച് എല്ലാ മോഡും ഒരുമിച്ചല്ല ട്രാവൽ ചെയ്യുക, പല രീതിയിൽ ട്രാവൽ ചെയ്യുകയാണ് ചെയ്യുക. അതേപോലെ തന്നെ ഇതിൽ കമ്പാരിറ്റീവ്ലി ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആണ് എന്ത്? ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ. പിന്നെ ഇതിൻ്റെ സോഴ്സായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ LED ലേസർ സോഴ്സൊക്കെയാണ് ഇതിൻ്റെ സോഴ്സായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് ഡിസ്പേർഷൻ, ഇൻ്റർമോഡൽ ഡിസ്പേർഷൻ ഇതിന് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഡിസ്പേർഷനൊക്കെ എന്തിന് കുറവാണ്? ഗ്രേഡഡ് ഇൻഡെക്സിന് കുറവാണ് മറ്റേ സിംഗിൾ മോഡ് ഫൈബേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം. പിന്നെ അറിയുന്നതാണ് ഇതിൻ്റെ ബാൻഡ് വിഡ്ത്ത് ഡിസ്റ്റൻസ് പ്രൊഡക്റ്റ്. നമ്മൾ പറഞ്ഞു ബാൻഡ് വിഡ്ത്ത് ഡിസ്റ്റൻസ് പ്രൊഡക്റ്റ് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? നമ്മളെ ഗ്രേറ്റർ ദ ബാൻഡ് വിഡ്ത്ത് ഡിസ്റ്റൻസ് പ്രൊഡക്റ്റ് ഗ്രേറ്റർ ദ ഇൻഫർമേഷൻ ക്യാരിയിങ് കപ്പാസിറ്റി. അപ്പോൾ ഇതിൻ്റെതെന്ന് പറയുന്നത് സ്റ്റെപ്പ് ഇൻഡെക്സിൻ്റെയും സിംഗിൾ മോഡിൻ്റെയും സ്റ്റെപ്പ് ഇൻഡെക്സ് മൾട്ടി മോഡിൻ്റെയും ഇടയിലാണ് ഏകദേശം ഇതിൻ്റെ ഒരു ബാൻഡ് വിഡ്ത്ത് ഡിസ്റ്റൻസ് പ്രൊഡക്റ്റ് വരുന്നത്. ഒരു ലാർജ് വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ അതേപോലെ ഇത് യൂസ് ചെയ്യുന്ന ടെലിഫോൺ ലൂപ്പ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഗ്രേഡഡ് ഇൻഡെക്സ് മൾട്ടിമോഡ് ഫൈബറിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ടെക്സ്റ്റിൽ ഒരു പേജിൽ ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിന് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറിൻ്റെ ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ സിംഗിൾ മോഡും മൾട്ടി മോഡ് ഫൈബറും തമ്മിലുള്ള ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും നോക്കണം. നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. ഫസ്റ്റ് നമ്മൾ പറയുന്നത് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറും ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇനി സ്റ്റെപ്പ് ഇൻഡെക്സ് ഗ്രേഡഡ് ഇൻഡെക്സ്. സ്റ്റെപ്പ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചേഞ്ചസ് അബ്രപ്റ്റ്ലി അക്രോസ് ടു ക്ലാഡിംഗ് ബൗണ്ടറി. അതായത് സ്റ്റെപ്പായിട്ടാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചേഞ്ച് ചെയ്യുക. ഇവിടെ എന്താ? കോറിൽ മാക്സിമം ആയിരിക്കും, ക്ലാഡിങ്ങിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയും. ഒരു പാരാബോളിക് ഷേപ്പാണ് എന്തുണ്ടാവുക? റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് ഉണ്ടാവുക. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ദ കോർ ഡയമീറ്റർ ഈസ് അബൌട്ട് 15 മൈക്രോമീറ്റർ ആൻഡ് ക്ലാഡിംഗ് ഈസ് 125 മൈക്രോമീറ്റർ. അത് നമ്മൾ നേരത്തെ പറഞ്ഞു ഡയമീറ്ററിൻ്റെ കേസൊക്കെ, സിംഗിളിൻ്റെയും മൾട്ടിമോഡിൻ്റെ. ആ മൾട്ടിമോഡിൻ്റെ കേസ് തന്നെയാണ് ഇവിടെയും ഗ്രേഡഡ് ഇൻഡെക്സിൻ്റെ കേസിൽ വരുന്നത്. ഗ്രേഡഡ് ഇൻഡെക്സ് ഒരു മൾട്ടിമോഡ് ഫൈബർ ആയതുകൊണ്ട് തന്നെ ഈ എന്തിലാണ് വരുന്നത്? 50 മൈക്രോമീറ്ററും 125 മൈക്രോമീറ്ററുമാണ് എന്തിൽ വരുന്നത്? ഡയമീറ്റർ ഗ്രേഡഡ് ഇൻഡെക്സിൽ വരുന്നത്. പിന്നെ അറ്റ്യൂനേഷൻ, അത് ലോസ് ഇസ് മോർ ഫോർ മൾട്ടിമോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ ആൻഡ് ഫോർ സിംഗിൾ മോഡ് സ്റ്റെപ്പിൻ്റെ വരില്ല. സിംഗിൾ മോഡിൻ്റെ കേസിൽ ലോസ് വരുന്നത് ഭയങ്കര കുറവാണ്, പക്ഷേ മൾട്ടിമോഡിൻ്റെ കേസിൽ ലോസ് ഉണ്ട്. പക്ഷേ ഗ്രേഡഡ് ഇൻഡെക്സിൻ്റെ കേസിൽ അറ്റ്യൂനേഷൻ ലെസ്സാണ്. പക്ഷേ ഇവിടെ എന്താ? എക്സ്പെൻസീവ് ആണ് എന്ത്? ഗ്രേഡഡ് ഇൻഡെക്സ്. പിന്നെ ന്യൂമറിക്കൽ അപ്പർച്ചർ എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതെന്ന് പറയുന്നത് ലൈറ്റ് ഗ്യാതറിങ് കപ്പാസിറ്റി ആണ് എന്ത്? ന്യൂമറിക്കൽ അപ്പർച്ചർ എന്ന് പറഞ്ഞാൽ അത് മൾട്ടിമോഡ് ഫൈബറിൻ്റെ കേസിൽ എന്താണ്? കൂടുതലാണ്. സിംഗിൾ മോഡ് ഫൈബറിൻ്റെ കേസിൽ അത് ലെസ്സാണ്. ന്യൂമറിക്കൽ അപ്പർച്ചർ കൂടണം, ഏറ്റവും കൂടുതൽ ലൈറ്റ് ഗ്യാദർ എടുക്കാൻ വേണ്ടി പറ്റണം അതിലേക്ക്. പിന്നെ ന്യൂമറിക്കൽ അപ്പർച്ചർ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിൻ്റെ ലെസ്സാണ്. ഇനി നമ്മൾ ഇത് എല്ലാവരും പഠിക്കണം, നിർബന്ധമാണ് കേട്ടോ, കമ്പൽസറി ആണ്. അത് എല്ലാവരും ഇതേപോലെ തന്നെ നോട്ടിലേക്ക് എടുത്ത് എഴുതുകയും വേണം. ഇനി സിംഗിൾ മോഡും മൾട്ടി മോഡ് ഫൈബറിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഓൺലി വൺ മോഡ് ക്യാൻ പ്രൊപ്പഗേറ്റ് ത്രൂ ദി ഫൈബർ. നമുക്കറിയുന്ന കാര്യം. ഇതെന്താ? കുറേ ഫൈബറോസ് ലാർജ് നമ്പർ ഓഫ് മോഡ് ഫോർ ലൈറ്റ് ട്രാവൽസിൽ ഒന്ന് റൈറ്റ്. അത് കുറേ ലൈറ്റിലൂടെ ട്രാവൽ ചെയ്യാൻ പറ്റും. സ്മോൾ കോൾ ഡയമീറ്ററാണ്. ഇവിടെ എന്താ? ലാർജ് ഡയമീറ്ററാണ്. പിന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കോർ ക്ലാഡിങ്ങും സ്മോളാണ്. ഇവിടെ ഡിഫറൻസ് ഇൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണ്? ലാർജാണ് മൾട്ടിമോഡിൻ്റെ കേസിൽ. ഡിസ്പേർഷനൊന്നും ഇവിടെ നടക്കുന്നില്ല. പക്ഷേ ഇവിടെ എന്ത് നടക്കുന്നുണ്ട്? ഡിസ്പേർഷൻ
നടക്കുന്നുണ്ട്, മൾട്ടി മോഡൽ ഡിസ്പേർഷൻ നടക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ന്യൂമറിക്കൽ അപ്പർച്ചർ എന്താണെന്നാണ് പറയാനുള്ളത്. അക്സെപ്റ്റൻസ് ആംഗിൾ ആൻഡ് അക്സെപ്റ്റൻസ് കോണാണ്. എന്താണ് അക്സെപ്റ്റൻസ് ആംഗിൾ? അക്സെപ്റ്റൻസ് ആംഗിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മാക്സിമം ആംഗിൾ വിത്ത് ആക്സിസ് ഓഫ് ദ കോർ വെൻ ദ ലൈറ്റ് എൻറ്റേഴ്സ് ഇൻ ടു ദ ഒപ്റ്റിക്കൽ ഫൈബർ. ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ലൈറ്റ് എൻ്റർ ചെയ്യുന്ന സമയത്ത് അത് ലൈറ്റ് ഇതിലേക്ക് എൻ്റർ ചെയ്യുന്ന മാക്സിമം ആംഗിൾ, അതാണ് തീറ്റ എ. അതാണെന്ത് അക്സെപ്റ്റൻസ് ആംഗിൾ. ഇതൊരു 3 ഡയമെൻഷനിൽ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതൊരു കോണായിട്ടാണ് ഉണ്ടാവുക. ഒരു 1 ഡയമെൻഷനിലാകുമ്പോൾ അത് 3 ഡയമെൻഷനിലാകുമ്പം ഈ ഒരു ആംഗിൾ എന്നതൊരു കോണായിട്ടാണ്. ആ കോണിനാണ് പറയുന്നത് അക്സെപ്റ്റൻസ് കോൺ എന്ന് പറയുന്നത്. അക്സെപ്റ്റൻസ് ആംഗിൾ തീറ്റ എ എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് ഓഫ് n1 സ്ക്വയർ മൈനസ് n2 സ്ക്വയർ. അക്സെപ്റ്റൻസ് ആംഗിളിൻ്റെ എക്സ്പ്രഷനാണ് തീറ്റ എ ഈസ് ഈക്വൽ ടു n1 സ്ക്വയർ മൈനസ് n2 സ്ക്വയർ. ഇത് നമ്മൾ ഡെറൈവ് ചെയ്ത് കൊണ്ടുവരും. ഓക്കെ, where n1 is the refractive index of the core and n2 is the refractive index of the cladding. ഓക്കെ, ഇനി നമുക്ക് ന്യൂമറിക്കൽ അപ്പർച്ചർ നോക്കാം. ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ന്യൂമറിക്കൽ അപ്പർച്ചർ. ന്യൂമറിക്കൽ അപ്പർച്ചർ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കിയത്, അക്സെപ്റ്റൻസ് ആംഗിൾ നോക്കിയത്. ന്യൂമറിക്കൽ അപ്പർച്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ അത് എന്താണ് ന്യൂമറിക്കൽ അപ്പർച്ചർ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ലൈറ്റ് ഗ്യാതറിങ് കപ്പാസിറ്റി ഓഫ് ദി ഫൈബർ. ഒരു ഫൈബറിന് എത്രത്തോളം ലൈറ്റ് അതിലേക്ക് ഗ്യാദർ ചെയ്യാൻ വേണ്ടി പറ്റും, ആ ഒരു കപ്പാസിറ്റീനെയാണ് പറയുന്നത് ന്യൂമറിക്കൽ അപ്പർച്ചർ എന്ന് പറയുന്നത്. അതൊരിപ്പം ക്വാണ്ടിറ്റേറ്റീവ്ലി പറയുകയാണെങ്കിൽ അതൊരു നമ്പറിൻ്റെ ടേംസിൽ അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് ദ മെഷർ ഓഫ്, ഇറ്റ് ഈസ് എ സൈൻ ഓഫ് ആംഗിൾ ഓഫ് അക്സെപ്റ്റൻസ്. അതായത് മെഷർ ഓഫ് ആംഗിൾ വിച്ച് ലൈറ്റ് ഈസ് അക്സെപ്റ്റഡ്. അതൊരു ആംഗിളിൻ്റെ ടേംസിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് സൈൻ ഓഫ് ആംഗിൾ ഓഫ് അക്സെപ്റ്റൻസ്, സൈൻ തീറ്റ എ. തീറ്റ എ അക്സെപ്റ്റൻസ് ആംഗിൾ. സൈൻ തീറ്റ എനെയാണ് പറയുന്നത് ന്യൂമറിക്കൽ അപ്പർച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ എക്സ്പ്രഷൻ്റെ ഡെറിവേഷനാണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ഒരു പീസ് കൺസിഡർ ചെയ്യാം. വേർ n1 is the refractive index of the core, n2 is the refractive index of the cladding. Theta A is the acceptance angle, theta C is the critical angle, theta R is the refracted angle. നമ്മളൊരു ലൈറ്റ് പുറത്തുനിന്ന് കയറുക, അത് റിഫ്രാക്റ്റ് ചെയ്ത് അകത്ത് കയറി പിന്നെ കോർ ക്ലാഡിങ് ഇൻ്റർഫേസ് തട്ടി അവിടുന്ന് ടോട്ടൽ ഇൻറ്റേർണലി റിഫ്ലക്റ്റ് ചെയ്തു, പിന്നെ ഇവിടുന്ന് പിന്നെയും ടോട്ടൽ ഇൻറ്റേർണലി റിഫ്ലക്റ്റ് ചെയ്തു. അങ്ങനെയാണ് ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലൈറ്റ് എൻ്റർ ചെയ്തു. അപ്പോൾ എ ബി ഇൻസിഡൻ്റ് ആംഗിൾ തീറ്റ എ. ഇൻസിഡൻ്റ് ആംഗിളാണ് തീറ്റ എ. അക്സെപ്റ്റൻസ് ആംഗിൾ ഈസ് ദ ഇൻസിഡൻ്റ് ആംഗിളാണ് കേട്ടോ. പിന്നെ റിഫ്രാക്റ്റഡ് ആംഗിളാണ് ബി സി ആണ് റിഫ്രാക്റ്റഡ് റേ. അതിലുള്ള ആംഗിളാണ് തീറ്റ ആർ. ഇനി ഒരു ബി എന്ന് പറഞ്ഞ പോയിന്റിൽ ഇൻസിഡൻ്റ് ഉണ്ട്, റിഫ്രാക്റ്റഡ് റേ ഉണ്ട്, ഒരു നോർമൽ ഉണ്ട്. ഇവിടെ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുക. സൈൻ തീറ്റ എ ബൈ സൈൻ തീറ്റ ആർ ഇസ് ഈക്വൽ ടു n1 ബൈ nm. nm എന്ന് പറഞ്ഞാൽ ഈ മീഡിയം ഇപ്പോൾ ഇവിടെ എയറാണ്, ജസ്റ്റ് എയർ ആണെങ്കിൽ nm ഈക്വൽ ടു 1. അപ്പം n1 ബൈ nm സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു n2 ബൈ n1. ഈ ഒരു എക്സ്പ്രഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അത് നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ സൈൻ തീറ്റ nm സൈൻ തീറ്റ എ ഇസ് ഈക്വൽ ടു n1 സൈൻ തീറ്റ ആർ എന്ന് കിട്ടും. ഇനി ഇതിൽ നിന്ന് എങ്ങനെ റീഅറേഞ്ച് ചെയ്താൽ സൈൻ തീറ്റ എ ഇസ് ഈക്വൽ ടു nm സൈൻ തീറ്റ ആർ. ഈ എക്സ്പ്രഷൻ ഇവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇതിൽ നമ്മൾ ട്രയാങ്കിൾ ബി സി എൻ, ഈ നോർമൽ കേട്ടോ, n നോർമലാണ്. ബി സി എൻ കൺസിഡർ. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കണ്ടോ? ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ കോസ് തീറ്റ ആർ എന്ന് പറഞ്ഞാൽ എന്താ? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അതായത് ബി എൻ ബൈ ബി സി. കോസ് തീറ്റ ആർ എന്താ? ബി എൻ ബൈ ബി സി. പിന്നെ സൈൻ തീറ്റ സി ഈ ആംഗിളിൽ, അപ്പം അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പം എന്തായാലും സൈൻ തീറ്റ സി എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ബി എൻ ബൈ ബി സി. അപ്പം കോസ് തീറ്റ ആർ ഈക്വൽ ടു സൈൻ തീറ്റ സി കിട്ടിയല്ലോ. ഇനി ഇത് ക്രിറ്റിക്കൽ ആംഗിളാണെന്ന് കരുതാം. അറ്റ് ക്രിറ്റിക്കൽ ആംഗിൾ ആവുന്ന സമയത്ത് അതിൻ്റെ ഇൻസിഡൻ്റ് ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. എന്തിനാ ക്രിറ്റിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്? ക്രിറ്റിക്കൽ ആംഗിൾ എന്താ? ഒരു ലൈറ്റ് മറ്റേ മീഡിയത്തിലേക്ക് പോകുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ ആംഗിൾ ആകുമ്പം
നമ്മൾ റേ എന്താവും 90 ഡിഗ്രി ആവും. റിഫ്രാക്റ്റഡ് റേ എന്താവും 90 ഡിഗ്രി ആവും. ആ ഒരു ഇൻസിഡൻറ്റ് ആംഗിളിനെയാണ് എന്ത് പറയുന്നത്, റിഫ്രാക്റ്റഡ് റേ 90 ഡിഗ്രി ആവുന്ന ഇൻസിഡൻറ്റ് റേനെയാണ് എന്ത് പറയുന്നത്, ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പം സൈൻ ഐ ബൈ സൈൻ ആർ, ഇൻസിഡൻറ്റ് റേ ക്രിട്ടിക്കൽ ആംഗിൾ, റിഫ്രാക്റ്റഡ് റേ ഏതാ ക്രിട്ടിക്കൽ ആംഗിൾ ആകുമ്പോൾ 90 ഡിഗ്രി ആയി, ഈക്വൽ ടു N2 ബൈ N1. അപ്പോൾ ഇതിങ്ങനെ സൈൻ 91 ആയി. സൈൻ തീറ്റ സി ഈസ് ഈക്വൽ ടു N2 ബൈ N1. നമുക്കറിയാം സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ. അപ്പോൾ ഇവിടെ തീറ്റ ആറിൻ്റെ കേസിലാണ് കൺസിഡർ ചെയ്യുന്നത്. കോസ് തീറ്റ ആർ എന്താ, സൈൻ തീറ്റ സി. അപ്പോൾ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ സി എന്ന് എഴുതാം. 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ സി എന്ന് എഴുതാം. ഇനി സൈൻ തീറ്റ സി എന്താ, ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. N2 ബൈ N1, 1 മൈനസ് N2 സ്ക്വയർ ബൈ N1 സ്ക്വയർ. ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ എന്ത് കിട്ടും, N1 സ്ക്വയർ മൈനസ് N2 സ്ക്വയർ ഡിവൈഡഡ് ബൈ N1 സ്ക്വയർ എന്ന് കിട്ടും. ഇനി N1 സ്ക്വയറിന് മറ്റേ സൈഡിലേക്ക് കൊണ്ടുപോകാം. N1 സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ആർ ഇസ് ഈക്വൽ ടു N1 സ്ക്വയർ മൈനസ് N2 സ്ക്വയർ. അതായത് ഈ സ്ക്വയർ പോയി അപ്പുറത്തേക്ക് റൂട്ടാവും. അപ്പോൾ N1 സൈൻ തീറ്റ ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് N1 സ്ക്വയർ മൈനസ് N2 സ്ക്വയർ. അപ്പോൾ ഇത്രയും കിട്ടിയില്ലേ. ഇനി നമുക്ക് പറയാനുള്ളത്, അപ്പോൾ ഇത്രയും നമുക്ക് കിട്ടി. ഇനി നമുക്കറിയാം നമ്മളെ കയ്യിലുള്ള എക്സ്പ്രഷനാണെന്ത്, N1 സൈൻ തീറ്റ ആർ ഇസ് ഈക്വൽ ടു NM സൈൻ തീറ്റ എ. നമ്മൾ ഫസ്റ്റ് എഴുതി വെച്ച ഇക്വേഷൻ, അതിൽ സൈൻ തീറ്റ എ N1 സൈൻ തീറ്റ ആറിനാണ് നമുക്ക് എന്തിവിടെ കിട്ടിയത്, N1 റൂട്ട് ഓഫ് N1 മൈനസ് N2 സ്ക്വയർന്ന് കിട്ടിയത്. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം NM സൈൻ തീറ്റ എ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് N1 സ്ക്വയർ മൈനസ് N2 സ്ക്വയർ. അപ്പോൾ തീറ്റ എ എന്താവും, എന്താ കാരണം ഈ NM അവിടെ പോയി, ഇവിടെ എയർ ആണ് മീഡിയം. അപ്പോൾ എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ NM ഈക്വൽ ടു 1. അപ്പോൾ സൈൻ തീറ്റ എ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് N1 സ്ക്വയർ മൈനസ് N2 സ്ക്വയർ. ഇത് വേറെ ഏതോ മീഡിയം ആയിക്കോട്ടെ, ഇവിടെ ഡിനോമിനേറ്ററിൽ NM കൂടി വരും. ഓക്കെ, അപ്പം ന്യൂമറിക്കൽ അപ്പർച്ചർ ഈസ് ദ സൈൻ ഓഫ് ദ ആംഗിൾ ഓഫ് ദ അക്സെപ്റ്റൻസ് ഈക്വൽ ടു റൂട്ട് ഓഫ് N1 സ്ക്വയർ മൈനസ് N2 സ്ക്വയർ ബൈ NM വേണമെങ്കിൽ എഴുതാം, NM ഈക്വൽ ടു 1 ഫോർ എയർ. ഓക്കെ, ഇതാണ് ന്യൂമറിക്കൽ അപ്പർച്ചർ. അപ്പോൾ ന്യൂമറിക്കൽ അപ്പർച്ചർ ഡെറിവേഷൻ മനസ്സിലായത് നന്നായിട്ട് എഴുതി തന്നെ പഠിക്കുക. ഇത് പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന ഡെറിവേഷനാണ്, എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ഡെറിവേഷനാണ്. അപ്പോൾ എല്ലാവരും നന്നായി നോക്കാം. ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത് ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനെ പറ്റിയാണ്. ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനെ പറ്റിയാണ്. ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇൻഫർമേഷൻ ക്യാരി ചെയ്യാം. ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ക്യാരി ഇൻഫർമേഷൻ ത്രൂ എ ഗൈഡഡ് ഒപ്റ്റിക്കൽ ഫൈബർ. ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കൂടി ഇൻഫർമേഷൻ ക്യാരി ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ സ്റ്റെപ്പ് എന്തൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമ്മൾ റേഡിയോ ഇൻഫർമേഷൻ ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ബാൻഡ് വിഡ്ത്തിന് പ്രൊപ്പോർഷണലാണ്. ഒരു ഇൻഫർമേഷൻ നമ്മൾ ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഇൻഫർമേഷൻ ക്യാരിയിങ് കപ്പാസിറ്റി ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ബാൻഡ് വിഡ്ത്ത്. ഇവിടെ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ കേസിൽ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് റേഡിയോ ഫ്രീക്വൻസിനേക്കാളും the bandwidth of the optical frequency range is significantly greater as compared to radio frequencies. അതുകൊണ്ട് തന്നെ ട്രമൻഡസ് ഇൻഫർമേഷൻ ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ഇൻഫർമേഷൻ ക്യാരിയിങ് കപ്പാസിറ്റി, അതായത് ഗുഡ് ഇൻഫർമേഷൻ ക്യാരിയിങ് കപ്പാസിറ്റിയാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇനി ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻസിൻ്റെ ബ്ലോക്ക് ഡയഗ്രം എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റർ ഉണ്ടാവും, ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഉണ്ടാവും, പിന്നെ ഒരു റിസീവർ ഉണ്ടാവും. ആ മെയിൻ 3 ബ്ലോക്സ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ട്രാൻസ്മിറ്ററിൻ്റെ ഒരു ബ്ലോക്ക് ഉണ്ട്, അതേപോലെ റിസീവറിൻ്റെ ഒരു ബ്ലോക്കും കൂടി ഉണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. മെയിനായിട്ട് 3 പാർട്സാണ് ഒപ്റ്റിക്കൽ ട്രാൻസ്മിറ്റർ, ഒപ്റ്റിക്കൽ റിസീവർ ആൻഡ് ഒപ്റ്റിക്കൽ ഫൈബർ ട്രാൻസ്മിഷൻ കേബിൾ. ഒപ്റ്റിക്കൽ ഫൈബർ ട്രാൻസ്മിഷൻ കേബിൾ എന്താ, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ തന്നെ. ഓക്കെ, ഇനി ഒപ്റ്റിക്കൽ ട്രാൻസ്മിറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതാണ് ഒപ്റ്റിക്കൽ ട്രാൻസ്മിറ്ററിൻ്റെ ബ്ലോക്ക് ഡയഗ്രം. ഒപ്റ്റിക്കൽ ഫൈബർ ട്രാൻസ്മിറ്ററിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടാവും, നമുക്കൊരു ഒപ്റ്റിക്കൽ സോഴ്സ് ഉണ്ടാവും. ഈ ഒപ്റ്റിക്കൽ സോഴ്സ് എന്ന് പറയുന്നത് ലേസർ ആവാം, അല്ലെങ്കിൽ LED ആവാം. അതുപോലെ തന്നെ ഒരു എൻകോഡർ ഉണ്ടാവും. എൻകോഡർ എന്തിനാ,
നമ്മൾ വരുന്ന ഇലക്ട്രിക്കൽ സിഗ്നലിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എൻകോഡർ ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്കൊരു ഇൻപുട്ട് സിഗ്നൽ കൊടുത്തു, അതിനെ കോഡ് ചെയ്തു, ഒപ്റ്റിക്കൽ ലൈറ്റിൻ്റെ ഫോമിലേക്കാക്കി, ഇലക്ട്രിക്കൽ സിഗ്നലിനെ എന്താക്കി ഒപ്റ്റിക്കൽ സിഗ്നലാക്കി മാറ്റി. ഈ ഒപ്റ്റിക്കൽ സോഴ്സിൽ നിന്ന് വരുന്ന ലൈറ്റും നമ്മളെ സിഗ്നലും കൂടി ഇത് എൻകോഡ് ചെയ്യുന്നത് ഡിജിറ്റൽ ഫോമിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇൻപുട്ട് സിഗ്നൽ ഡിജിറ്റൽ ഫോമിലേക്ക് മാറ്റുകയാണ് എന്ത് ചെയ്യുന്നത്, എൻകോഡർ ചെയ്യുന്നത്. ഒപ്റ്റിക്കൽ സോഴ്സും ഉണ്ട് ഇവിടെ. അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബർ കൂടി എന്തേ പോവുള്ളൂ, ഒപ്റ്റിക്കൽ സിഗ്നൽസ് ആവും പോകും. അപ്പോൾ നമ്മൾ ഒപ്റ്റിക്കൽ സോഴ്സ്, അതായത് LED ലേസറോ ഉപയോഗിച്ചിട്ട് വരുന്ന ഇൻപുട്ട് സിഗ്നലിനെ നമ്മൾ ലൈറ്റിൻ്റെ ഫോമിൽ, അതായത് ഒപ്റ്റിക്കൽ ഫൈബർ കൂടി ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റിയ ഫോമിലേക്കാക്കി മാറ്റും. എന്തുപയോഗിച്ചിട്ട്, ഈ മോഡുലേറ്റർ യൂസ് ചെയ്തിട്ട് എന്താ ചെയ്യുന്നത്, ഈ ഡിജിറ്റൽ സിഗ്നലിനെ ഒപ്റ്റിക്കൽ സോഴ്സ് ഉപയോഗിച്ചിട്ട് ഒപ്റ്റിക്കൽ സിഗ്നലായിട്ട് മാറ്റും. മോഡുലേറ്റർ. ഓക്കെ, എൻകോഡർ എന്താ ചെയ്യുന്നത്, നമ്മൾ വരുന്ന സിഗ്നലിനെ ഡിജിറ്റൽ ഫോമിലേക്ക് മാറ്റും. അത് ഒപ്റ്റിക്കൽ സോഴ്സ് ഉപയോഗിച്ച് മോഡുലേറ്റർ എന്ത് ചെയ്യും, ഒപ്റ്റിക്കൽ സിഗ്നലായിട്ട് മാറ്റി ഒപ്റ്റിക്കൽ ഫൈബർ കൂടി ട്രാൻസ്മിറ്റ് ചെയ്യും. എന്നിട്ട് അത് എവിടെ എത്തും, ട്രാൻസ്മിറ്ററിലെത്തും. ട്രാൻസ്മിറ്ററിൽ എത്തുന്ന ലൈറ്റ് ആദ്യം എങ്ങോട്ടാണ് പോകുന്നത്, ഫോട്ടോ ഡിറ്റക്ടറിലേക്ക്. ഫോട്ടോ ഡിറ്റക്ടർ എന്ന് പറഞ്ഞാൽ എന്താ, ലൈറ്റിനെ ഡിറ്റക്റ്റ് ചെയ്യുക. ലൈറ്റിനെ ഡിറ്റക്റ്റ് ചെയ്തിട്ട് അത് എന്താക്കി മാറ്റും, ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് മാറ്റും. ഈ ഇലക്ട്രിക്കൽ സിഗ്നലായി മാറ്റി ഇലക്ട്രിക്കൽ സിഗ്നലിൽ നിന്ന് നമ്മളെ ഇവിടെയുള്ള സിഗ്നൽസിൽ നമുക്ക് ഡിക്കോഡ് ചെയ്തു ഇവിടുന്ന് എൻകോഡ് ചെയ്ത സിഗ്നലിനെ ഇവിടെ ഡീകോഡ് ചെയ്തിട്ട് നമ്മൾ ഡീകോഡ് ചെയ്യുക വെച്ചാൽ ഡിജിറ്റലിനെ നമുക്ക് ഡിസ്പ്ലേ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിഗ്നലാക്കിയിട്ട് മാറ്റി നമുക്ക് ഔട്ട്പുട്ടിൽ ഡിസ്പ്ലേ ചെയ്യും. ഇതാണ് ഒരു സിസ്റ്റം, ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട്, അതായത് ഒപ്റ്റിക്കൽ ഫൈബർ സിംഗിൾ മോഡ് ഉപയോഗിക്കാം, മൾട്ടി മോഡ് ഉപയോഗിക്കാം, ഗ്രേഡഡ് ഇൻഡെക്സ് യൂസ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, എല്ലാവരും ടെക്സ്റ്റ് വായിക്കണം. പേജ് നമ്പർ 250 ആണ് ടെക്സ്റ്റിൽ. ഞാൻ പിന്നെ സിവിലുകാർക്കാണെങ്കിൽ ഞാൻ ടെക്സ്റ്റിൻ്റെ ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്, അതിലുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. ഇത് ടെക്സ്റ്റ് വായിക്കണം, നന്നായി ടെക്സ്റ്റ് വായിച്ച് എഴുതാൻ. ഞാനിതൊരു ജനറൽ വർക്കിംഗ് ആണ് പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് എടുക്കാനുള്ളത് ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ അഡ്വാൻറ്റേജസും ആപ്ലിക്കേഷൻസും ആണ്. അതിൽ വരുന്നതാണ് ഒപ്റ്റിക്കൽ ഫൈബർ സെൻസേഴ്സ് ഒക്കെ. അതോടുകൂടി നമ്മൾ ഈ ചാപ്റ്റർ തീരും. ഒരു വീഡിയോ കൂടി എടുത്താൽ ചാപ്റ്റർ തീരും. അപ്പം ഇതെല്ലാവരും അപ്ഡേറ്റ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുക വീഡിയോസ്. നോട്ട് പ്രിപ്പയർ ചെയ്യാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.